ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് EK. അപ്പോൾ നമ്മുടെ പുഷ്പകണ്ഠത്തുള്ള കുരിശുമലയിലേക്കുള്ള യാത്രയായിട്ട് ഇത് ഒരു ഒന്നൊന്നര യാത്ര തന്നെയായിരുന്നു എന്തായാലും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കുരിശുമലയിലേക്ക് കയറിയില്ല. അപ്പോൾ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു മലയുണ്ട്, അതിൻ്റെ മേളിലേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് പുഷ്പകണ്ഠത്ത് നമ്മൾ മലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ സാരഥിയായിട്ടുള്ളത് ജോസഫും ജിൽസൊക്കെ ആട്ടോ. അപ്പോൾ അവർ ഇതിനു മുമ്പ് മേളിലേക്ക് പോയപ്പോഴേക്കും ഇതുവഴി തന്നെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ കാറ്റാടി പിടിപ്പിക്കാനും വണ്ടി ഇതിലൂടെ പോയിട്ടുണ്ടെന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോകാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഒരു ഒന്നൊന്നര വഴിയായിപ്പോയി. കാരണം മൊത്തം കാട് കയറി മൂടിയേക്കുമായിരുന്നു കേട്ടോ. ആയുംബ്രോയൊക്കെ ഉണ്ട് കേട്ടോ. പുള്ളിയാണ് ഫ്രണ്ടിൽ പോകാൻ വേണ്ടി പോയത് കാര്യം പറഞ്ഞു. പക്ഷേ എന്താ പറഞ്ഞത്, വണ്ടിയെ സ്നേഹിക്കുന്നവരാകുമ്പോഴത്തേനും അതിൽ ചെറിയ തട്ടുമുട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ആരും സമ്മതിക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പുള്ളി നൈസായിട്ട് പറഞ്ഞു ഞാനിപ്പോൾ പോണില്ല എന്നും പറഞ്ഞ് നൈസായിട്ട് മാറി കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങി വന്നേ. പൊന്തക്കാടാന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ആൽമിൻചാട്ട് ഇറക്കലാന്ന് പറഞ്ഞു. നിയാസ്ക്ക് എന്തായാലും ഞാനൊരു കൈ നോക്കട്ടെ എന്നും പറഞ്ഞ് വണ്ടി ഇറക്കുന്നുണ്ട്. നമുക്ക് എന്തോരം പോകാൻ പറ്റും എങ്ങനെയാണെന്നറിയില്ല. കൈ പോയി നോക്കാം. ഭയങ്കര കാടാണ്. മാറണ്ടായിരുന്നു. ഒടുക്കത്തെ കാടാട്ടോ ഇത്. എന്റെ ഫോണൊക്കെ പോയി ചവിട്ടുപിടി. അയ്യോ അവിടെ കിടക്കട്ടെ. ഇത് ഭയങ്കര കാടാലോ. എന്നാലോ ഇത് എന്നാലോ ഒരു വക കാണാലോ കേട്ടോ. ആ പോട്ടേക്കാ. പടത കയറായിരുന്നായി. ഒടും കാടാട്ടോ. നിക്ക ഇത് പണി കിട്ടൂ. ഇത് ആ സൈഡ് ചേർത്ത് പിടിച്ച കേട്ടോ. നിയാസ്ക വരും കേട്ടോ. ഞാൻ വരണ്ടേ? ആ വാ 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 നിയാസ്ക വരട്ടെ. പോട്ടെ കൂടെ ഇറങ്ങി. ഞാൻ മാറാം. മാറ കാടിനിടിച്ച് നിരത്തി കേട്ടോ അവനെ. മിററോ നോക്കണേ. മിററോ അയ്യോ, ഓ ഇത് ഭയങ്കര കാടായി പോയിട്ടോ. വലിയ കമ്പുകളൊക്കെ അവിടെ മരം വീണോ? എങ്ങോട്ടോ വഴി എങ്ങോട്ടാ? കാട് നിർത്തിയായിട്ട് കീഴ് തന്നെ. ആ വണ്ടിയുടെ അകത്തുനിന്ന് ഒരു വീഡിയോ പിടിക്കണം. കാട് കളിച്ചാട്ടോ വന്നെ. ഈ വഴിക്ക് ഏതാണ്ട് ഒരു വർഷമൊന്നും അല്ല, ഒത്തിരി നാളായിട്ടോ. ആദ്യത്തെ സമയത്ത് അന്ന് വണ്ടി പോയതല്ലാണ്ട് പിന്നെ ഈ വഴിക്ക് ഒരാളും വണ്ടിയും കൊണ്ട് പോയിട്ടില്ല. നടന്നു പോലും പോകാൻ പറ്റാത്ത സൈസ് കാടാട്ടോ. കാട് പിടിച്ച് കിടക്കണത് മൊത്തം മുള്ളും കാടുമാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയേക്കണവർ നന്നായിട്ട് കഷ്ടപ്പെട്ട് ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ലൈറ്റ് വേറെ ഹാലോജൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വെക്കണ കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചാലുള്ള ഒരു കുഴപ്പം ഇതാണ്, നമ്മൾ ഈ കാട്ടിക്കൂടെ കയറി വരുമ്പോഴേക്കും ഫ്രണ്ടിൽ 2 ലൈറ്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പം അത് ആദ്യം തട്ടി അതിൻ്റെ പൊട്ടിപ്പോയി അതിൻ്റെ കാലെല്ലാം ഒടിഞ്ഞു പോകും. ഇപ്പം നമ്മൾ വെച്ചേക്കുന്നത് ഒരു സ്പേസ് ആയിട്ടാട്ടോ. ശരിക്കും പറഞ്ഞ സ്പേസ് നല്ല അടിപൊളി ഒരു ഉള്ളിലേക്ക് ഒതുങ്ങി നിൽക്കണോണ്ട് തന്നെ ഒരു കുഴപ്പമില്ല. ആ ഫ്രെയിമേലാണ് തട്ടത്തുള്ളൂ, ഒരു സീനുമില്ല. എന്തായാലും ആ ചിറക്കം കയറി വരവ് അത് ഒന്നൊന്നര വരവ് തന്നെയായിട്ടെ എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളകത്താണെങ്കിലും ഈ പുറത്തുനിന്നുള്ള വീഡിയോ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക മൈൻഡാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു രക്ഷയില്ല. ഭയങ്കര സന്തോഷമാണോ ഇത് കൂട്ടൊരു സ്ഥലം കാണാനും. കാര്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നോക്കുമ്പോൾ ഇവർക്ക് ഇതെന്നത്തിൻ്റെ സൂക്കേട് അതിലൂടെ കുത്തി കയറ്റിക്കൊണ്ട് നടക്കണേന്ന് ആൾക്കാർക്ക് തോന്നുമെങ്കിലും പക്ഷെ അതിലൂടെ കയറാത്തടത്തും
പോകാത്തടത്തും വണ്ടി ചെല്ലാത്തടത്തൊക്കെ വണ്ടി കയറ്റുമ്പോൾ ഒരു ഫീലുണ്ടല്ലോ, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് കയറ്റി നോക്കണം, ഒരിക്കലെങ്കിലും കയറ്റുന്നതിൻ്റെ കൂടെയെങ്കിലും പോയി നോക്കണം, എന്നാൽ അതിൻ്റെ ആ ഫീല് മനസ്സിലാവുള്ളൂ. എന്തായാലും അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. കൊടയാ അതെ, ഇടിച്ച് നേരത്തെ കയറി വന്നോട്ടോ അങ്ങോട്ടോ. ഇവിടെ ചെറുക്കൻ്റെ അടുത്താ കളി, നമ്മുടെ ചെറുക്കൻ്റെ അടുത്താ കളി. എന്തോ നമ്മൾ ഇതേ വഴി കൂടെ വന്നത്, പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്നത് ഫുള്ള് കാട്ടിക്കൂടെ ആയിട്ടാണ് വന്നേ. ഇനി ഇവിടുന്ന് മേളിലേക്ക് വേണം കയറി പോകാൻ. ആ മലയുടെ മേളിൽ കയറണം. വഴി കുറവാണ്, അപ്പോൾ ഒന്ന് നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. അത് നോക്കിയിട്ട് മേളിലേക്ക് പോകാമെന്ന് ഓർത്തു കേട്ടോ. എന്നായാലും പറ്റുവാണെങ്കിൽ മേളിൽ കയറണം. അവർ ആൽവിനൊക്കെ മേളിൽ നിൽക്കട്ടെ, അവരിറങ്ങി വന്നില്ല. വണ്ടിയുടെ ഉള്ളിൽ മൊത്തം വണ്ടിയുടെ അവസ്ഥ കണ്ടു. യാസിന്റെ പാനിന് വീണ്ടും ഓട്ട വന്നിരിക്കുന്നു ഗൈസ്. നമ്മളങ്ങനെ ഇനി അതിൻ്റെ മേളിലേക്ക് പോകാനുള്ള ശ്രമത്തിലാട്ടോ. വണ്ടി ഇപ്പോൾ തിരിക്കുക, എല്ലാം ക്ലീൻ ചെയ്ത് തരാൻ ഒന്നുകൂടെ ഇറങ്ങിയതാ. കയറാൻ പറ്റുമോ നോക്കട്ടെ, ഇല്ലെങ്കിൽ തിരിച്ചിറങ്ങാന്നുള്ള രീതിയിലേക്കാണ് കയറുന്നത്. ഞാൻ ജീപ്പിന്റെ മേളിലാട്ടെ ഇരിക്കണേ. ഒരു ഇച്ചിരി ഇങ്ങോട്ട് വലത്തോട്ട് പിടിച്ച് ഇടിച്ച് കല്ല രണ്ടെണ്ണം. ഓ മൈ ഗോഡ്, കേരള കറങ്ങാൻ തുടങ്ങി. കറക്കിയാൽ ചിലപ്പോൾ ചാല് മാറും. അതിൻ്റെ അത് തോന്നും. വണ്ടി ഇപ്പൊ കറങ്ങുക. ഈ പുല്ലേല് കയറിയിട്ടേ ഇവിടെ രണ്ട് കല്ല് ഊടായിട്ട് വെച്ച മണ്ണടിയിലേക്ക് ഇരിക്കുക. ഇവിടെ ബൈക്ക് ഇറക്കാൻ പറ്റുമോ? പൈസാനും നോക്കി തന്നെ ഇറങ്ങി പോണേ. ഇവിടെ ഹൗസിങ് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു പാറ ഇരിക്കുന്നുണ്ട്. പാറയടാ, വാക്കത്തി വെച്ച് വിട്ടില്ലയോ. ബാക്കി ഇറക്കിക്കോ. ഇവിടെ വലിയ പാറ ഇരിക്കുക. ഹൗസിങ് കുത്തിയെന്ന് എനിക്ക് പോണേ. വണ്ടി നിന്ന് ഇപ്പോഴും ഇന്ന് കറക്കോട്ടോ. ഇപ്പോൾ ബാക്കിയാണ് കറങ്ങണേ.
പിടിച്ചു കുത്തിക്കോട്ടോ. നേരെ പിടിച്ചിറക്കുക, നേരെ പിടിച്ചിറക്കുക. മാറിയില്ലേ? പോട്ടെ പോട്ടെ പോട്ടെ, നേരെയാക്ക നേരെയാക്ക, ടയർ നേരെയാക്കി പോട്ടെ. പോട്ടെ പോട്ടെ. എന്നാലോ ക്രാഷ് കാർഡാണോ ചവിട്ടുകൂടിയാണോ? ഇങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഇങ്ങോട്ടോടി. അന്നേരം റിവേഴ്സ് ഇറക്കോ. പോട്ടെ പോട്ടെ. കാണണോ നോക്കി ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട്. ആ വണ്ടി അവിടെ നിന്ന് വളവ് തിരിയുമ്പോഴത്തേക്കും ആ മേളിലൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഒന്ന് ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ, കട്ടായിരിക്കുന്നത്. വണ്ടി തിരിച്ചിറക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ടാസ്കി റിസ്കി വഴി കേട്ടോ. ഓ അതെ, വഴി പോലും ഇല്ലാതെ ഉണ്ടാക്കി കയറി തന്നെ വഴി. അവിടെ ഹൗസിംഗ് ആയിട്ടില്ലായിരുന്നു കയറി പോകാനെ. ആ വളഞ്ഞ് കയറി മലമണ്ട കയറി കഴിഞ്ഞാൽ 2-3 റോഡുണ്ടല്ലേ. സ്ഥാനത്തിന് അവിടെ അതിനുള്ള ഡീസൽ ഇല്ലല്ലോ അതിനകത്ത്. ഡീസൽ പോകണ്ടോന്ന്. അതെ, വീട്ടിലൊരു കല്ലിങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് കയറ്റി നിർത്തുക, പെയിന്റ് അടിക്കുക. നിയാസിക്ക് അതിശക്തമായി കയറുകയാണ് വണ്ടിയിലേക്ക്. ഓ ആരും ഇങ്ങനെ ടാസ്ക് എടുക്കരുത് കേട്ടോ. കാല് കുട്ടികളാരും ഇങ്ങനെ ചെയ്യരുത്. ഈ വണ്ടിക്കകത്ത് കത്തി, ജാക്കി, ഒരു ഏണി. അത് തന്നെ, ഒരു ഏണി സെറ്റ് ചെയ്യണം. പയ്യെ നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. മേളിൽ ആ കല്ലൊരെണ്ണം ആ നടുക്കൊരു പാറ ഇരിക്കണോണ്ട് മാത്രം മേളിൽ കയറാൻ പറ്റാണ്ടിരുന്നല്ലായിരുന്നു, ഈ കയറാൻ പറ്റുമായിരുന്നു. അവിടെ എന്താ ഉള്ളതെന്ന് അയാളൊരു ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു കേട്ടോ.
എന്നാലും വേണ്ടില്ല, ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ചിറങ്ങി പോകാമെന്ന് വെച്ചു. ഇനിയും വേറെ സ്ഥലമുണ്ട് കയറാൻ. ഇനിയുള്ളത് അടിപൊളി പ്ലേസ് ആട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അതൊരു ശൂലപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ ആനയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാട്ടോ. ഒരു ഫോറസ്റ്റ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു ഫോറസ്റ്റ് ഏരിയ ആയിട്ട് തന്നെ സ്ഥലം കണ്ടാന്ന് എനിക്ക് തോന്നണേ. അവിടെ നമ്മുടെ കുരിശുമലയായിട്ട് തന്നെ ഇവിടെ കുരിശും വർഷത്തിലൊന്നും അവിടെ കയറി എന്തോ പരിപാടിയൊക്കെ ഉള്ളതാട്ടോ. വർഷത്തിലൊരു ഞായറാഴ്ച അവിടെ ആളുകളൊക്കെ വരുന്നതും അങ്ങനെ ഒരു സെറ്റപ്പായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് കൊറോണ തുടങ്ങിയ ശേഷം പിന്നെ ആരും പോയിട്ടുമില്ല, ഒന്നുമില്ല. വഴിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പോലും അറിയാൻ പാടില്ല ആൾക്കാർക്ക്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടിയാട്ടോ. അപ്പോൾ ഇവിടുന്ന് ആദ്യം ഇറങ്ങി പോകാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിൽ തന്നെ തിരിച്ചിറങ്ങുവാണ്. ആൽവിൻ ബ്രോയും മിഥുനും വണ്ടി അപ്പുറമായിട്ടേട്ടോ, അപ്പുറത്തെ മലയിലാവുന്ന മറ്റേ ഡ്രോൺ പറത്തിയപ്പോൾ കണ്ടു കാണും അതിൻ്റെ അപ്പുറത്തെ മലയിലിരിക്കണം കേട്ടോ. അപ്പോൾ അവരിറക്കിയില്ല, കാരണം മൊത്തം കാട് പിടിച്ചിറക്കുക. ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം സ്ക്രാച്ചും ആകും. പിന്നെ ഒരുമാതിരിപ്പെട്ടവരെ ഇറക്കുകയില്ല കേട്ടോ. അങ്ങനത്തെ ഒരു വഴിയാണ്. പിന്നെ നമുക്ക് പിന്നെ അതാണല്ലോ വേണ്ടത്. ഇങ്ങനെ വഴിയൊക്കെ ഉണ്ടാക്കി പോകുമ്പോൾ അതൊരു പ്രത്യേക സെറ്റപ്പ് തന്നെയാണ്. കാരണം ആർക്കും ചെന്നെത്താൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് ചെന്നെത്താൻ പറ്റുന്നതും, അത് എന്ത് ടാസ്ക് എടുത്തിട്ടാണെങ്കിലും അതൊക്കെ വന്ന് ഒരു വണ്ടി അവിടെ കടത്തി എത്തിക്കലും അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു രസമാട്ടോ. ഈ യാത്ര വന്നവർക്ക് അത് മനസ്സിലാവുകയുള്ളൂ. കാരണം ചുമ്മാ നമ്മൾ നിന്ന് നോക്കിയിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. കയറൂലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ കയറ്റണം, പോകില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോക്കണം. അങ്ങനത്തെ ഒരു സെറ്റപ്പ് എന്ന് വെച്ചുകൊണ്ട് പോണ വഴിയിൽ ഒരു അപകടം എന്തെങ്കിലും മുന്നിൽ കണ്ടാൽ അങ്ങോട്ട് പോകാൻ പാടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു നമ്മളിപ്പോൾ ഓരോ വഴിക്ക് പോകുന്നുണ്ടെങ്കിലും അതിൻ്റേതായ സേഫ്റ്റിയോട് കൂടി തന്നെ നമ്മൾ പോകാറുള്ളൂ കേട്ടോ. ഇവിടെ തന്നെയാണെങ്കിലും വന്നപ്പോൾ കുഴിയുണ്ടോ കല്ലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇറക്കിയത്. പക്ഷെ നമുക്കിങ്ങനെ കാടും മലയും സൈഡിൽ കൂടെ ഒക്കെ പടർന്ന് നിൽക്കുന്നതിന് നമുക്ക് വലിയ സീനോ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറുക്കൻ ജീപ്പാണ്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് വഴിക്കും പൊക്കോളും, അവൻ പോകാത്ത വഴികളുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ അങ്ങ് പോകും. പിന്നെ എല്ലാം ഒരു ശുഭാത്തിൽ വിശ്വാസം, ചെന്നെത്തിപ്പെടും എന്നുള്ളൊരു വിശ്വാസം. പിന്നെ കൂടെ വേറെ വണ്ടിയൊക്കെ ഉണ്ടല്ലോ, എന്ത് സംഭവിച്ചാലും അവരും ഉണ്ട് കൂടെ, ആ ഒരു വിശ്വാസം. എല്ലാം വിശ്വാസത്തിൻ്റെ പുറത്തുള്ള യാത്രയാണോ. എന്നായാലും സംഭവം അടിപൊളിയായിരുന്നു. കാരണം റോഡെന്ന് പറഞ്ഞ സാധനം ഇല്ല, കാണാനും ഇല്ല, അതിൻ്റെ അകത്തോടെ പോവുക. അന്തസ് എന്നൊക്കെ പറയാനല്ലേ, അതേ ഒരു ഫീല് തന്നെ കേട്ടോ. അതിൽ നമ്മളിപ്പോൾ വന്ന് ഏതാണ്ട് പുറത്തേക്ക് എത്തുന്ന കണ്ടീഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞോട്ടെ. കാട് ഇളക്കി മറിച്ച് കയറി വന്നെ അവൻ്റെ വരവ് കണ്ടാ. നിങ്ങൾക്ക് ആർക്കുവാണെങ്കിലും നമ്മളിവിടെ വരാട്ടോ. യാത്രയ്ക്ക് വരാൻ സുഖമായിട്ട് ധൈര്യമായിട്ടും വരാം. വിളിച്ചാൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് എവിടെയെങ്കിലും നല്ല നല്ല സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ച് വരുവാണെങ്കിൽ നമുക്ക് അത്രയും നല്ലത്. നിങ്ങളും ജോയിൻ ചെയ്യുക, നമ്മൾ ഒരുമിച്ച് അങ്ങ് പോയി തകർക്കാം. ഇത് കൂട്ട് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും, ഒരു രക്ഷയില്ലായിരിക്കും. ആ വണ്ടി വരവ് തന്നെ കണ്ടാൽ മതിയല്ലോ. ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ചേരെ. അപ്പോൾ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കോളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാമല്ലോ. പിന്നെ ആഴ്ചയിൽ ഇനി 2 വീഡിയോസ് വെച്ചായിരിക്കും വരുന്നത് കേട്ടോ. ചൊവ്വായും വെള്ളിയും 2 ദിവസമാണ് വീഡിയോ വരാൻ ഉദ്ദേശിച്ചേക്കണേ കേട്ടോ. എന്നായാലും ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ താഴത്തേക്ക് നൈസായിട്ട് ഇറങ്ങി പോവുകയാണേ. ജിൻഷാടെ കൈയും കാലൊക്കെ മുറിഞ്ഞു എന്ന് പറഞ്ഞ് എണ്ണിപ്പിറക്കിക്കൊണ്ടിരിപ്പുണ്ട്. ജാസീനിപ്പി മുറിവിനെ പേടിച്ച് പുറകിൽ ഒളിച്ചിരിക്കും കേട്ടോ. മൊത്തം എൻ്റെ പോലെ എൻ്റെ കാല് പാൻറ് നോക്കി വെച്ചിട്ട് മൊത്തം മുറിഞ്ഞു.
നമ്മളപ്പോൾ അങ്ങനെ യാത്രയാവുകയാണ്. ഇനി അടുത്തത് ഏതോ എന്നാ ചൂലപ്പാറ കുരിശുപാറ ഏതോ ഒരു പാറ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് അങ്ങോട്ടേക്കാണ് ലക്ഷ്യം. പോയി നോക്കാം. കാറ്റാടിയൊക്കെ ഇറങ്ങുന്നുണ്ടോ? ഇതൊക്കെ കാണുമെന്ന് അറിയത്തില്ല. അങ്ങ് ദൂരെ കാണാൻ കേട്ടോ കാറ്റാടി. നമ്മൾ ഈ വഴിക്കാണോ വന്നേ? കാറ് കയറി വരുന്നുണ്ട്. ബ്രേക്ക് മാത്രം പിടിച്ചിട്ടുള്ളൂ. കറക്റ്റ് വീൽപ്പാട്. ആ വീൽപ്പാടിക്ക് ഇങ്ങനെ പോകുന്നു. നമ്മളങ്ങനെ ഇവിടുന്ന് തിരിച്ചിറങ്ങും കേട്ടോ. ഒരു ജോസഫ് ചേട്ടൻ പറയുന്ന അടുത്ത സ്ഥലം. ജോസഫ് പറഞ്ഞ് അങ്ങോട്ട് പോവാം. പക്ഷെ സ്ഥലപ്പേര് ഞാനൊന്ന് മറന്നുപോയി. താറു ഇറങ്ങി വരുന്നുണ്ട്. ആൽബിൻ ചേട്ടൻ നേരത്തെ ഇറങ്ങി പോയിട്ടോ. താറ കയറി ഒന്ന് വീഡിയോ എടുക്കാം. നമ്മളിങ്ങനെ മണ്ണിട്ട വഴി കൂടെ ഇങ്ങനെ പോവാം. അത് മണ്ണൊഴി കേട്ടോ. ഏലക്കാട് ഫുള്ള് ഏലക്കാടാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ഏലത്തോട്ടം കേട്ടോ. അടുത്ത സ്പോട്ടിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളീ പറഞ്ഞതാ മിറർ കൂരി വെച്ചാൽ ഭയങ്കര പള്ളക്കാട്ടിൽ കയറിയപ്പം ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ മിററോ നാലാമത്തെ മിററെങ്ങാണ്ട് മേടിക്കാനുള്ള മിറർ എല്ലാം ഒടിഞ്ഞു ഒന്ന് മേടിച്ചോളൂ പുതിയതാ. ഇത് രാവിലെ വന്ന വഴിക്ക് പിടിപ്പിച്ചോളൂ. അത് ഒടിച്ചു കളയാൻ പറ്റാത്ത പറഞ്ഞത് അഴിച്ചു വെച്ചു. 2 മിറർ അഴിച്ചു വെച്ചു. വഴിയിൽ നിന്നും പാറയിലേക്ക് മണ്ണിട്ട വഴിയിൽ നിന്ന് നേരെ പാറയുള്ള വഴിയിലോട്ട് എത്തി. അവിടെ ഒതുക്കണ്ടല്ലോ വല്ല വ്യൂ പോയിന്റ് ഉണ്ടോ? ആ വ്യൂ പോയിന്റ് തോന്നുന്നു. അവിടെ വല്ല ഒരു ഇതായിട്ട് നല്ല തണുത്ത കാറ്റുണ്ട്. വെയിലുണ്ട്, തണുത്ത കാറ്റുണ്ട്. നമ്മളിപ്പോൾ അതിലൂടെ ഇറങ്ങി വന്ന് ഇവിടെ ഇപ്പോൾ ഒരു വ്യൂ പോയിന്റ് ഉള്ളൊരു സ്ഥലത്ത് എത്തിയിട്ടോ. നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് പോലത്തെ ഒരു സ്ഥലമാണ്. ഒരു പാറയാണ്. പാറയുടെ മേളിലായിട്ടോ നമ്മൾ നിൽക്കുന്നത്. ഇപ്പം നല്ല പച്ചപ്പും മഴയും തണുപ്പും ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇവിടെയൊക്കെ കാണാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ. കാരണം പുല്ലുകളെല്ലാം നല്ല പച്ച കളറിലേക്ക് വരും. ഇപ്പം എല്ലാം ഉണങ്ങിയ കണ്ടീഷനിൽ നിൽക്കുവാണ്. നമുക്ക് ഈ ഇടുക്കി യാത്രകളെല്ലാം നമുക്ക് ഈ സമയത്ത്, ഈ വേനൽ സമയത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് യാത്ര തന്നെ. കാരണം ഇവിടെ ഒരു പച്ചപ്പുണ്ടെങ്കിലും ഒരു മനസ്സിന് കുളിരേകണ പച്ചപ്പ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടണില്ല. അതാണ് ഏറ്റവും വലിയ പാട്. ഈ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിലും അടിപൊളി സ്ഥലമാണ്. പക്ഷേ മഴക്കാലത്ത് വന്നാലേ കാര്യമുള്ളൂ. മഴക്കാലത്ത് വന്നാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. ഒരു അടിപൊളി ഒരു സ്ഥലമായിരിക്കും മഴയത്ത് വന്നത്. നമ്മളിപ്പോൾ ഈ വഴിക്ക് വന്നപ്പം ആളുകൾ, മേളിലുള്ള ആൾക്കാർ പറഞ്ഞ വഴിക്ക് വണ്ടി പോകത്തില്ല, ഉരുളങ്കല്ല് നിൽപ്പുണ്ട്, പോസ്റ്റ് നിൽപ്പുണ്ട്, വണ്ടി പോവില്ല എന്നൊക്കെ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടെ മനസ്സ് തറത്താൻ നോക്കിയെങ്കിലും സാരമില്ല പോട്ടേന്നും പറഞ്ഞ് നമ്മളും ഇറങ്ങി കേട്ടോ. ജസ്റ്റ് ആ പോസ്റ്റിംഗ് റോഡിൽ ചെരിഞ്ഞാൽ നിൽക്കുന്നത്. കഷ്ടിയാണ് അവിടെ നിന്ന് കടന്നു വരുന്നത്. ഇപ്പോൾ സൈഡിൽ പാറയിൽ നിൽപ്പുണ്ട്, ഇടത്തോട്ട് വെട്ടിച്ച് താഴെ കുഴിയുമാണ്. ഒന്നുമല്ലാത്തൊരവസ്ഥയിലുള്ള സ്ഥലം കേട്ടോ. എന്തായാലും അതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മളിങ്ങനെയൊക്കെ ടാസ്ക് എടുക്കാൻ തയ്യാറായതുകൊണ്ട് തന്നെ അതും പ്രശ്നമാക്കാൻ നമ്മൾ മുന്നോട്ട് തന്നെ പോകട്ടോ. യാസിപ്പ് ഇറങ്ങി നോക്കി. ഇത്ര ഗ്യാപ്പേ ഉള്ളൂ. ഓ
എടാ ഇങ്ങോട്ട് ഇറങ്ങിക്കണേ ഇങ്ങോട്ട്. ഒറ്റപ്പെടുത്തം പിടിച്ച് വരുവാണെങ്കിൽ വരട്ടെ. ചേട്ടാ ഒന്ന് മുന്നിൽ നിന്ന് പറയാവോ? സൈഡ് ഇടിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാ. പോട്ടെ ചവിട്ടി കൊടുക്കല്ലേ, വിട്ടു പോട്ടെ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലേക്ക് ഇടിഞ്ഞ് റോഡ് ഇടിഞ്ഞ് ഇരിക്കുക കേട്ടോ. സൈഡിലേക്ക് കറക്റ്റ് ഒരു വണ്ടിപ്പാടേ ഉള്ളൂ. പക്ഷേ ഇടത് സൈഡിലോട്ട് വെട്ടിച്ചാൽ താഴത്തേക്ക് പോകും. വലത് സൈഡിലാണെങ്കിൽ പാറ, അതിൽ കയറിയ വണ്ടി ഇടത്തോട്ട് തെന്നും. അങ്ങനത്തെ ഒരു വഴിയാട്ടോ. പക്ഷെ കുഴപ്പമില്ലാണ്ട് തന്നെ എല്ലാ വണ്ടിയും കടന്നേ. അത്രേ ഉള്ളൂ. അതിനാണ് ഈ കിടന്ന് എല്ലാവരും കിടന്നിട്ട്. ആ ഇവിടെ വഴി ഇങ്ങനെ ഇടിഞ്ഞ പോലെ നിൽക്കുകയാണല്ലോ, ഗ്യാപ്പ് കുറവാ. അതാണ് ഈ ഒരു പേടി വന്നത് എല്ലാവർക്കും. പേടിച്ചൊന്നുമില്ല, കടന്നു പോകുന്ന സംഭവം സിമ്പിളായിട്ട്. എന്തായാലും അത് കുറേ നാളായിട്ട് ഈ വഴിക്ക് മാന്തി പറിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ കയറി വന്നിട്ട് ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് തിരിച്ചിറങ്ങിപ്പോയി. ഇതെന്നാലോ വായിക്കോ ബീഡിയുടെ രുചി. വായിക്കോ കാപ്പി കുടിച്ചില്ലായിരുന്നതാ. കാപ്പിയുടെ ആൽബിചേട്ടൻ വീട്ടിൽ നല്ല കാപ്പി കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അത് വീട്ടിൽ അടിപൊളി കാപ്പിയാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അടിപൊളി കാപ്പിയായിരുന്നു. നമ്മൾ തടി കയറ്റിയില്ലേ? തടി അങ്ങോട്ടുള്ള വഴിയാണോ? ഓഫ് റോഡാണോ? അത് ഈ പോണ പോലെ തന്നെ പോകണോ? ഇതുവഴി അങ്ങ് പോവാം. നമ്മൾ വന്ന വഴിയിലേക്ക് ചെന്ന് കാണാനുള്ള വഴിയാണെന്നാട്ടോ പറഞ്ഞത്. നിങ്ങളൊക്കെ എവിടെയാണോ പോയി മീനെ കാണുന്നു? ആ ശരിയാട്ടോ, ദേ മീനുണ്ട് കേട്ടോ. അവിടെ ഇതിൻ്റെ അത് കട്ടലയല്ലോ കിടക്കണേ. ആ അതിലോ അല്ല, ഇവിടെ ഇതിൻ്റെ അകത്തുകൊണ്ട് ഇതങ്ങനെ മൂല കിടക്കണം. സിലോപ്പിയല്ല, അത് കട്ടല. ബ്രേക്ക് പാഡ് തീർന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം കൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ തീർന്നിട്ടില്ല എന്നും പറഞ്ഞു. കീന്ന് പറഞ്ഞ ഒച്ച കേൾക്കണ്ട് ബ്രേക്ക് കുടിക്കും. എന്നെ ഹബ്ബല്ലേ പുതിയത്? ബ്രേക്ക് പാഡ് പഴയതാണെങ്കിലോ? അപ്പോൾ ഹബ്ബ് എന്തിനാ മാറിയേ? നീല ഹബ്ബ് പുതിയതാന്ന് ഇപ്പൊ പറഞ്ഞു. അന്ന് അങ്ങനെ പറയാലോ. എന്നാലും അമ്മല് നമ്മളെ ചവിട്ടില്ലടാ. ഇവിടെയൊക്കെ മൊത്തം ഇങ്ങനത്തെ വഴികളാട്ടോ. ഇതേപോലത്തെ ഈ വഴികളേ. അയ്യോ, ഇത് വീണ്ടും ഇതാണ്. കൈയൊക്കെ മുറിഞ്ഞത് മാറിയില്ല, നീറ്റിലും മാറിയിട്ടില്ല. എന്നാ മുള്ളാത് എൻ്റെ ആ പടത്തോനെ. പാൻറ് മൊത്തം വലിഞ്ഞ് കീറിയോലെ ഇടാവേ. ഭയങ്കര വഴിയാട്ടോ, നല്ല രസമാണ്. മറ്റേ പണ്ട് കാലങ്ങളിൽ പോണ അതേ വഴിയുടെ സെറ്റപ്പ്, റോഡും കാടും ഇല്ലാണ്ട്. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ ഈ സമയം ഇവിടെയൊക്കെ ഒരു മഴയും മഞ്ഞൊക്കെ ഉള്ളപ്പോൾ ഒന്ന് പോണോർത്ത് നോക്കി എന്നാ രസമായിരിക്കും. ഓ ഇവിടെയൊക്കെ തെന്നി കറങ്ങി കളിച്ച് അടിപൊളിയായി. പക്ഷെ അതൊക്കെ പാട്ട് പറഞ്ഞെങ്കിൽ ഇച്ചിരി മഞ്ഞും മഴ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലാണ്ട് ചുമ്മാ പാട്ട് പാടിയിട്ട് ഇപ്പോൾ പാട്ട് പാടിക്കൊണ്ട് നടക്കാന്ന് മാത്രമേ. ആ അതിൽ കുറച്ചും മഴയും മഞ്ഞും അത് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. എന്നാലും ഇടുക്കിയുടേതായ വില ഒരു സെറ്റപ്പ് ഇടണുള്ളൂ. കാര്യം പറഞ്ഞാൽ നമ്മൾ ചുമ്മാ കാണുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ. പക്ഷെ എല്ലാവരും ഗായകന്മാരാണ്. ഒരു വീൽപ്പാടാട്ടോ അത്. ആ വഴിക്ക് നേരത്തെ ഇറങ്ങി ചെളിയായിട്ട് ഇപ്പോഴും ഉണ്ട്. ഇറങ്ങിയോ? ഇല്ലല്ലോ, ഇറങ്ങിയില്ലല്ലോ. ഇവിടെ താഴെ ചാടാൻ എന്താ മതിയായിരുന്നു. ഏലം നട്ടേക്കണേ കേട്ടോ, വെള്ളം പിടിച്ച ഏലം നിറയ്ക്കാൻ വേണ്ടി. ആണോ? മീൻകുളമൊക്കെ വെച്ചാലാണോ അത്? എന്തായാലും നല്ലൊരു രസമുള്ളൊരു വഴി. ഇത് ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ളൊരു വഴിയാട്ടോ. ഇതെങ്ങോട്ടാ പോയി കയറണേന്ന് നമുക്കറിയത്തില്ല. അതൊക്കെ പുറകിൽ നിന്നും വോക്കി ടോക്കി വഴി നിർദ്ദേശങ്ങൾ വരും. അങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ, നമ്മളത് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അവിടെ തീരുവന്നു വഴി. നമ്മൾ വന്നപ്പോൾ തടി കയറ്റാൻ കണ്ടില്ലായിരുന്നു. അതെ ഇത് അത് മുക്കാലും കയറ്റിട്ടോ. മുക്കാലും കയറ്റിട്ടോ ഇങ്ങോട്ടോ.
ഇതുപോലത്തെ ഒരു കുഞ്ഞി കഷ്ണം നമ്മൾ എന്നെ രണ്ടുപേര് പിടിച്ച് മരിച്ച് എൻ്റെ പുന്നി. നമ്മളങ്ങനെ ഏലക്കാടിൻ്റെ ഉള്ളിൽ കൂടെ വന്ന മെയിൻ റോഡിലേക്ക് വന്ന് ഇറങ്ങി. മെയിൻ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ മെയിൻ റോഡിലോട്ടല്ല, ഗ്യാപ്പ് റോഡിലേക്ക് വന്ന് ഇറങ്ങി. ഇവർക്ക് ധൈര്യമായിരിക്കും. മുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫുള്ള് മലയും അങ്ങ് ദൂരെയായിട്ടൊരു ചെറിയ വെള്ളം ഒഴുകുന്നുണ്ട്, വെള്ളച്ചാട്ടം. മഴയത്ത് നല്ല രസമായിരിക്കും അവിടെ വെള്ളം ഒഴുകണാണ്. ആ കഴിഞ്ഞ നാൾ വേണ്ടി കുറേ കല്ലിട്ട് ഇതുപോലത്തെ മെറ്റല് വാങ്ങി വഴിയൊക്കെ കയറുമ്പോഴൊക്കെ അല്ലേ. എന്നിട്ട് നമ്മൾ നാലുമലയിലേക്ക് പോയി ജോയിൻ ചെയ്തേ. എന്നേ നോക്ക്, ഈ വഴി നമ്മൾ ഇവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് ആ ചേട്ടൻ ലിഫ്റ്റ് കൊടുത്തിട്ട് നമ്മൾ പോയത് ഓർക്കണില്ലേക്കാ. നാലുമല പോകണം. ആ വഴിയാന്നേ. അതെ, ആ അത് തന്നെ, അത് തന്നെ. ചക്ക വെട്ടിയിട്ട് പോലെ കിടന്ന് ഉറങ്ങോട്ടെ യാസി. ആ എപ്പോഴും ചൂട്ടുള്ളി. ആ അപ്പോൾ നമ്മളിത് റോഡ് പണി നടക്കുന്നതുകൊണ്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാട്ടോ. നമ്മളപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ മേളിലേക്ക് കയറി പോവാണേ. ചേട്ടന്മാരൊക്കെ നല്ല സപ്പോർട്ടിങ് ആണ്, നല്ല ചിരിച്ച മുഖം, ഈ നല്ല ഐശ്വര്യമുള്ള ചിരി. ഇത് നേരത്തെ നല്ല ഓഫ് റോഡായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ച് വൈകിപ്പോയി, അല്ലായിരുന്നു നല്ല അടിപൊളി ഓഫ് റോഡ് കിട്ടിയാനെ. ഇപ്പോൾ നല്ല സോളിങ് നടന്നുകൊണ്ടിരിക്കും കേട്ടോ. വഴി നല്ല ടാറിങ്ങായിരിക്കും കുറച്ച് കഴിയുമ്പോൾ. വെള്ളമൊക്കെ ഒഴിച്ച് മറ്റേ ഇന്നലെ അതിൻ്റെ പേരിനായിരുന്നു, അമ്മാവൻ വണ്ടിയുടെ പേരിനാ റോഡ് റോളർ, അതൊക്കെ കയറ്റി ഇറക്കി അടിപൊളിയായിരുന്നു. ആലുവല പോയത് ഈ വഴിക്കാട്ടോ, അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള വഴി കൂടെ ആട്ടോ നമ്മൾ ഈ പോണത്. ആ കഴിഞ്ഞ തവണ പോയ ഒരു കുരിശുപാറയുണ്ട്, ഒരു കുരിശുമല, അതിൻ്റെ കയറില്ല, അതിൻ്റെ ടോപ്പിലേക്ക് കയറാൻ വേണ്ടി വേറെ വഴിയുണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഓഫ് റോഡായിട്ട് നല്ല ടാസ്ക് ആയിട്ടുള്ളൊരു വഴി. ആ താഴെ കണ്ട പല്ല് വെച്ചുകൊണ്ടിരുന്ന വീട്ടിലെ ചേട്ടനാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അത് ഇതിൻ്റെ ഉടായ്പ്, അത് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ, ചുമ്മാ ഇങ്ങനെ പറമ്പി ചാടി കിടന്ന് ചീഞ്ഞിറക്കണേ. ഇത് ഒറിജിനൽ അത്തിയാണോ? അപ്പം കഴിക്കാൻ പറ്റുന്ന അത്തി ഞാൻ ഇത് തന്നെയല്ലേ മനുഷ്യ പറഞ്ഞേ. തിന്നല്ലോ, തിന്നേ അത്തിയാന്ന് പറ. പകുതി പോലും പഠിച്ചിട്ടില്ല. തിന്നോലോ, വേണ്ടാലോ, ടേസ്റ്റ് നോക്കാം കേട്ടോ. അത്തിപ്പഴത്തിന്റെ കുരുവിന്റെ കരികരാന്ന് അതൊക്കെ ഉണ്ട്. ഇത് തന്നെയാണോ സാധനം? ആ അത്തിപ്പഴം വേണ്ടല്ലോ, നീ തകർത്തോലോ, നിന്നെ കൊണ്ട് സാധിക്കും. അങ്ങനെ നമ്മൾ സർവീസ് വീട്ടിലാട്ടോ. എല്ലാവരും വന്നിങ്ങനെ സൈഡ് ഗ്യാപ്പ് പിടിച്ചിരിക്കും കേട്ടോ. നമ്മളങ്ങനെ ഇവിടുന്ന് കുരിശുപാറ എന്നാണ് പറഞ്ഞതിന്, കുരിശുമല, കുരിശുമലയിലേക്കുള്ള യാത്ര. ഇത് ആ കാണുന്ന മലയായിട്ട് വരും കേട്ടോ, കുരിശുമല. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിക്കുള്ള റോഡൊക്കെ റബ്ബറൈസർ ആകുമെന്ന് തോന്നുന്നു. ആ അന്ന് വന്നപ്പോൾ മൊത്തം മണ്ണൊക്കെ വീട് ഓഫ് റോഡായിട്ട് കിടക്കുമായിരുന്നു. അതെ, അന്ന് മഴയെ കൊണ്ട് പെയ്തിരുന്നോണ്ട് ചെളിയായിരുന്നു. ഓ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ ആയിരുന്നു വെള്ളം ചെളിക്കെട്ട്, അതിൻ്റെ അകത്തായിട്ട് മെഴുകിയ ഞങ്ങൾ പോയത്. അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 തവണ പോയി മെഴുകി പോയ സ്ഥലമാട്ടോ. ഇപ്പോൾ നല്ല വഴിയായി. ഇതൊന്നും അറിയാണ്ട് പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്ന യാസീനിപ്പി. ഹലോ ദുരന്തം. ഇവിടെ തന്നെ പാറ പിടിച്ച് ഇവിടെ തന്നെ മിറ്റിലടിച്ച് ഇവിടെ തന്നെ റോട്ടിൽ കൂടെ ഇറങ്ങും കേട്ടോ. കൊള്ളാം. നമ്മൾ അന്ന് വന്നപ്പോൾ ഇതിൽ കൂടെ ആയിട്ട് ഇറങ്ങി ഒരുപാട് കഴിഞ്ഞേ. അപ്പം നമ്മൾ ഇന്ന് ഈ പ്രാവശ്യം ഇതിൽ കൂടെ കയറി പോവാം.
എക്സ്ട്രീം ഓഫ് റോഡിൽ കൂർക്കൊമ്പൽ കിടന്നുറങ്ങാൻ യാസീൻ ഇപ്പം എക്കഴിഞ്ഞിട്ടുള്ളൂ. അതാണ് ഗൈസ്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. എന്താ പൊന്നു. വണ്ടി ഇങ്ങനെ നടന്ന് കയറി പോണ സീനാട്ടോ ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങളുടെ വണ്ടിയുടെ വീൽപ്പാടമല്ല ഇവിടെ കാണണത്. അപ്പോൾ അതിനുശേഷം വേറെ വണ്ടി കയറിയില്ലാന്ന് എനിക്ക് തോന്നണേട്ടോ ഈ വഴിക്ക്. ആ പുല്ല് കട്ടിങ് ഉള്ളത് മേളിലാന്ന് തോന്നുന്നു എനിച്ചാ. ഓ, ഇത് അവിടെ നിന്ന് തിരിഞ്ഞ് കയറണതല്ലേ, മറ്റേ ഇങ്ങനെ ഒടിഞ്ഞ് കയറണ പോലത്തെ ആ വളവ്. പലയിടത്ത് പോട്ടെ. ആ ഫുൾ ടാങ്ക് ഡീസലായിട്ടാ, ഡീസൽ ഒഴുകി പോവാ. കയറി പോയിട്ടെ. അതിനെ കുഴിയായിരുന്നു അവിടെ. ജിൻചാടെ തല ജസ്റ്റ് ഒന്ന് ഇടിച്ചു. നല്ല വേനുണ്ടെന്ന് തോന്നുന്നു. കണ്ണീന്ന് ചെറുതായിട്ട് വെള്ളം വന്ന പോലെയൊക്കെ. എവിടെ ഇടിച്ചത്? ഓ, മുറിഞ്ഞോ? ചൊരമില്ലേ? തൊട്ട് നോക്കി. ഇച്ചിരി നനവ്. ഉച്ചയായണ്ട, വൈകുന്നേരം ആകുമ്പോൾ ചോര ഒഴുകിക്കോളും. രക്ഷപ്പെട്ടു. ഇനി ഇതിന്റെ മേളിലേക്ക് കയറില്ല, ഇതിന്റെ ഇടയ്ക്ക് ഒരു കട്ടിങ് ഇറക്കണേ. നമ്മൾ ഈ കുരിശുമലയുടെ കൊണ്ട് കയറാൻ വേണ്ടി തുടങ്ങും കേട്ടോ. ഇവിടുന്ന് കയറി അങ്ങ് ചെന്ന് കഴിയുമ്പോൾ റൈറ്റിലോട്ട് കുരിശുമലയിലേക്ക് കയറി പോണ വഴി. ഇവിടെ വലിയൊരു ആ റൈറ്റിലേക്ക് അവിടെ ഒരു കുഴി പോലെ, അവിടേക്ക് അങ്ങോട്ടേക്ക് വണ്ടി അപ്പം തെന്നി പോണേ. ഓ, അതെ, മരം ഒരെണ്ണം വീണ്ടും കട്ട് ചെയ്താ. ഓ, മരത്തിൻ്റെ ടയർ കയറി. നമ്മളന്ന് ഈ വഴിക്കൂടെയാണ് ഇറങ്ങിപ്പോയത്. നമ്മളിങ്ങനെ കയറി ഇറങ്ങിപ്പോയി. അത് നമ്മളങ്ങനെ കുരിശുമലയിലേക്കുള്ള കയറ്റം തുടങ്ങും കേട്ടോ. ശൂലപ്പാറയിലേക്ക് നല്ല കട്ട ഓഫ് റോഡാണ്. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ഒത്തിരി സമയം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ വെച്ച് നിർത്തും കേട്ടോ. ജസ്റ്റ് ഒന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് കാത്തിരിക്കണം. നമുക്കടുത്ത ചൊവ്വാഴ്ച അതിൻ്റെ ബാലൻസ് പാർട്ട് ഇടുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.